ഏട്ടാ ഏട്ടാ ആ ഇവിടെയാണോ? നീ വാഴയൊക്കെ ഞങ്ങളെന്തെങ്കിലും കൈ സഹായം വേണോ? വേണ്ട. ഏട്ടാ ഇതൊന്ന് ഫിറ്റ് ചെയ്തേക്ക്. സൗണ്ടൊക്കെ കറക്റ്റ് ആയിട്ടിട്ടെ. ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം മണികണ്ഠൻ ആചാരി. ഈ പേരിന്റെ ഒരു മീനിങ് എന്താണ്? ഒരു വ്യക്തിയുടെ പേരിന് അർത്ഥം വരുന്നത് ആ വ്യക്തിയുടെ ജീവിതമാണ്. അത് ജീവിച്ച് തീർക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതല്ല, മണികണ്ഠൻ എന്ന വാക്കുകൾ കൂടുമ്പോൾ ഉണ്ടാവുന്ന പേരിൻ്റെ അർത്ഥമാണെങ്കിൽ കണ്ടത്തിൽ മണിയുള്ളവൻ എന്നുള്ളതാണ്. ഇത് ചേട്ടന് ഈ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്? ഈ ഊഞ്ഞാലാണ്. ഇത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ടി വി കാണുക. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഇവിടെ, ഞാനും ഭാര്യയും. എൻ്റെ ഇപ്പോൾ ഒരു കുഞ്ഞു മകനുണ്ട്. അവനെ കണ്ടില്ല. ഇസൈ ത്രേശൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇസൈ എന്നാണ് പേര്. ചേട്ടൻ ഒരു സിനിമാ നടനാവുന്നതിന് മുമ്പ് ചേട്ടൻ്റെ ഒരു ഡെയിലി ലൈഫിൽ എങ്ങനെയായിരുന്നു? വെറുതെ കിടക്കുക, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, സ്വപ്നം കാണുക, വെറുതെ സ്വപ്നങ്ങൾ കാണുക. കൂടുതൽ നേരം ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ കണ്ട ഏറ്റവും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സ്വപ്നം ഓർക്കാമോ? ഉറക്കത്തിൽ കണ്ട സ്വപ്നം ഇപ്പോൾ നിങ്ങൾ ഓർക്കാപ്പുറത്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ കണ്ടൊരു സ്വപ്നം എനിക്കിപ്പോഴും മറക്കാൻ കഴിയാത്ത, വർഷങ്ങളായി പക്ഷെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, എപ്പോഴെങ്കിലും ആ സ്വപ്നത്തിന് ഒരു ഉത്തരം കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സ്വപ്നം. നമ്മുടെ എറണാകുളം മാർക്കറ്റ് ഉണ്ടല്ലോ, മാർക്കറ്റിൽ നല്ല ജനം, ഇപ്പോൾ കച്ചവടക്കാരും ഇതൊക്കെ കണക്കുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുന്ന നേരത്ത് ഒരു പുലി എന്നെ മാർക്കറ്റിലിട്ട് ഓടിക്കുകയാണ്. അപ്പോൾ ഓടിച്ച് ഞാൻ അവിടെ നിന്നൊക്കെ ഓടി വേറെ എങ്ങോട്ടൊക്കെയോ പോയി. എനിക്ക് പിന്നെ ഓടാൻ വയ്യ, പുലി എൻ്റെ പുറകെ തന്നെ വരിക. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ പണ്ടാരെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് നിന്നിട്ട് നേരെ തിരിഞ്ഞങ്ങോട്ട് നിന്നു. എന്നാൽ പുലി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു പോയി. ഭയങ്കര തമാശയുള്ള, എന്നാൽ ഒരുപാട് അർത്ഥമുള്ള ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ആ സ്വപ്നം എനിക്കുള്ളൊരു മെസ്സേജാണ്. ഞാൻ എന്തിനേക്കോ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ആരെയൊക്കെ പേടിക്കുന്നു, ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാതെ ഞാൻ പുറകോട്ട് വലിയുന്നു. എന്നാണോ അത് തിരുത്തി ഞാൻ മുമ്പിൽ ഞാനൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ എനിക്കും ടാലൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടറാണ് എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് ലെവൽ കയറുന്നത് അന്നാണ്. എൻ്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഉണ്ടാകുക എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പല ചോദ്യങ്ങളും ഇപ്പോൾ സമൂഹത്തിനോടാണെങ്കിലും എന്നോടാണെങ്കിലും ഒക്കെ ചോദിക്കുന്നത്, ഇത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്, ഇത് സംഭവിക്കാത്തത്. ഇതിൻ്റെ ഒരു റീസൺ, ഇതിൻ്റെ ഒരു കാരണം എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇതാണ്. അതിൻ്റെ ഉത്തരം എന്നിൽ തന്നെ ഉണ്ട്. ഞാൻ എന്നെ ഭയക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പോരാ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ തോന്നൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മുന്നോട്ടുള്ള എൻ്റെ ലക്ഷ്യം. എൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒരു വിധേയനുണ്ട്. അപ്പോൾ ആ വിധേയൻ ആവശ്യമില്ല, വിനയം വേണം, മര്യാദ വേണം. അത് നിലനിർത്തിക്കൊണ്ട് വിധേയത്വം അല്ലെങ്കിൽ ഒരു അടിമത്തം, അത് എൻ്റെ ശരീരഭാഷയിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും എടുത്തു കളയാനുള്ള ശ്രമമാണ് ഇനിയുള്ള നാളുകളിൽ. ഒരു മനുഷ്യന് സൗജന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ചിരി, സ്നേഹം, സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ, സൗജന്യമാണ് അതൊക്കെ. അതിനാണ് ഭയങ്കര ഡിമാൻഡ്. ഫ്രീ ആയിട്ടുള്ളതല്ലേ? അതെ അതെ. ചേട്ടൻ ഇതുവരെ പുറത്തറിയാത്തൊരു ടാലന്റ് ഏതാണ്? പുറത്തറിയാത്ത ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ആക്ടിങ് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അത്യാവശ്യം കവിതകൾ എഴുതും, നാടൻ പാട്ടുകൾ പാടും. ഇപ്പോൾ ചെണ്ടയോ അല്ലെങ്കിൽ മൃദംഗമോ അതൊക്കെ താളബോധത്തോടെ അല്ലെങ്കിൽ കുറച്ച് കൈവരും എനിക്ക്. ചേട്ടന് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു നിമിഷം? കുറുമ്പടത്തോടെ തന്തൈ എന്നാണ് തമിഴിൽ ലെനിൻ സാറിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഷോർട്ട് ഫിലിമുകളുടെ പിതാവ്. നാഷണൽ അവാർഡ് 2-3 തവണ വാങ്ങിയിട്ടുള്ള എഡിറ്ററും ഡയറക്ടറുമാണ്. ലെനിൻ സാറാണ് എന്നെ ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ലെനിൻ സാർ ഭയങ്കരമായിട്ട് ചീത്ത പറയുകയും വിഷമിപ്പിക്കുകയും എന്നെ ഇറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ട കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുകുല സമ്പ്രദായ പ്രകാരമുള്ള ഒരു പഠന രീതിയിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ
ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കമ്മട്ടിപ്പാടം സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എൻ്റെ നാട്ടിൽ വെച്ച് നടത്തുന്ന ഒരു സ്വീകരണ പരിപാടിയിൽ ഇങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഓടി സ്റ്റേജിലേക്ക് കയറി കയ്യിലുണ്ടായിരുന്ന ഒരു കവറ് ഒരു പൊന്നാട എടുത്ത് എന്നെ അണിയിച്ചു. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ആ ആൾ പുറത്തേക്ക് പോയി. എനിക്ക് ആരെന്താന്ന് പെട്ടെന്നൊന്നും മനസ്സിലായി. ഭയങ്കര ഷോക്കായിപ്പോയി. പിന്നെ നോക്കുമ്പോഴാണ് ബാക്ക് ഷോട്ടിൽ ലെൻസാർ ഇങ്ങനെ പോകുന്നത് കാണുന്നത്. ഞാനപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് അഭിമാനം ഉണ്ടായി. എന്നെക്കുറിച്ച് ഞാൻ അഭിമാനിച്ചത് അപ്പോഴാണ്. അതായത് എൻ്റെ ഗുരു എന്നെ അംഗീകരിച്ചു. നമുക്ക് ചായ കുടിക്കാൻ പോയാലോ? തീർച്ചയായിട്ടും, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. ഒന്ന് ഡ്രസ് മാറി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ശരി. ഒറ്റ ചോദ്യം കൂടി എൻ്റെ ഒപ്പം പോണ പോക്കില് ചോദിച്ചോളൂ. ചേട്ടന് ഒഴിവാക്കാൻ പറ്റാത്തൊരു ശീലം എന്താ? എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ശീലം ഒരുപാടുണ്ട്. ഒരുപാട് ശീലങ്ങളുണ്ട്. പോരാട്ടോ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാം. പോയിട്ട് വരാട്ടോ, ഇപ്പൊ വരാം. അടിപൊളിയാണല്ലോ. ഫുൾ സ്റ്റൈല് മൊത്തത്തിൽ മാറിയെന്ന് നോക്കാം അല്ലേ? സ്റ്റൈല് മാറ്റാതെ പരിപാടികൾ നടക്കില്ല. വൈറ്റ് മതി. ഇവനാണ് നമ്മുടെ സ്റ്റൈൽസ്. ഹസൻ വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കളർ സെൻസും അല്ലെങ്കിൽ ഞാൻ ഇടാത്ത പല കളറുകളും ഇടാൻ തുടങ്ങി. പല എന്താ പറയുക, ഇപ്പോൾ ഈ വൈറ്റ് ഷൂ എന്നൊക്കെ ഞാൻ സ്വപ്നം കാണാത്തൊരു സാധനമാണ്. എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ, ഒരു ലോങ് ഫിഗർ ഒരു പൊളി സാധനം പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അതിന് ഉത്തരേ കുറച്ച് ഫിലോസഫിക്കലായിട്ട് പറയാം. അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത്ര കിട്ടിയാലും പിന്നെ പിന്നെ വേണമെന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം നീ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നീ ഹാപ്പി ആയാൽ നിൻ്റെ ജീവിതം അത്രേ ഉള്ളൂ. നീ അതിൻ്റെ മേളിൽ ആഗ്രഹിച്ചാൽ മാത്രമേ നിനക്ക് നാളെ ഇരുന്നേക്കണം എന്നുള്ള മോട്ടിവേഷനാണ് നാളെ നിനക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഈ സ്വപ്നം കാണുക എന്നുള്ളത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നടൻ എന്ന് പറയുമ്പോൾ ഈ സാധാരണ മനുഷ്യനേക്കാൾ കൂടുതലാണ്. ഭയങ്കര ആർത്തി ഇതിൽ കൂടുതലാണ്. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ റോള് കിട്ടി, ആ റോളിൽ തന്നെ അത് നന്നായി ചെയ്തു എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് ഇനിയും 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 എന്ന് പറയുന്ന ഒരു കൊതി അത് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുക എല്ലാവരുടെയും ആഗ്രഹമാണ്. അതേപോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്.